നമസ്കാരം. നിയമവിരുദ്ധമായ ഒരു വ്യവസായം ഒരു രാജ്യത്തിന്റെ ഭരണകൂട സ്ഥാപനങ്ങളിൽ ആഴത്തിൽ വേരൂന്നി അതിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുകയും സർക്കാരുകളെ അഴിമതിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുമ്പോൾ അതിനെ നാർക്കോ സ്റ്റേറ്റ് അഥവാ മയക്കുമരുന്ന് രാഷ്ട്രമെന്ന് വിളിക്കാറുണ്ട്. സമാനമായ രീതിയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ സൈബർ തട്ടിപ്പ് ശൃംഖലകൾ വളർത്തിയെടുക്കുന്ന രാജ്യങ്ങളെ ഇപ്പോൾ വിദഗ്ധർ സ്കാം സ്റ്റേറ്റ് അഥവാ തട്ടിപ്പ് രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ പുതിയ അനധികൃത വ്യവസായം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മെഗോങ് ഉപമേഖലയിലുള്ള മ്യാൻമർ, കംബോഡിയ, ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സാമ്പത്തിക രാഷ്ട്രീയ ഘടനയെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. ഏകദേശം 5 വർഷം മുൻപ് വരെ ഓൺലൈൻ തട്ടിപ്പ് ചെറിയ സംഘങ്ങൾ നടത്തുന്ന ലളിതമായ തട്ടിപ്പുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വൻകിട വ്യാവസായിക രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുകയാണ്. ഈ വ്യവസായത്തിന്റെ ആഗോള വരുമാനം പ്രതിവർഷം $70 ബില്യൺ കവിഞ്ഞുവെന്നും ഇത് ആഗോള അനധികൃത മയക്കുമരുന്ന് വ്യാപാരത്തിന് സമാനമായ തലത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മെഗോങ് ഉപമേഖലയിലെ സാമ്പത്തിക സ്ഥിതിയെ ഈ തട്ടിപ്പ് എങ്ങനെ സ്വാധീനിച്ചു എന്നത് ഞെട്ടിക്കുന്നതാണ്. 2023 കണക്കുകൾ പ്രകാരം സൈബർ തട്ടിപ്പിലൂടെ മാത്രം ലാവോസിന്റെ ഔപചാരിക GDP-യുടെ 68.5% വരെയും, കംബോഡിയയുടേത് 30.2% വരെയും, മ്യാൻമറിന്റേത് 23% വരെയും വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ ഉപമേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക എഞ്ചിനും അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയും ഈ തട്ടിപ്പ് ശൃംഖലയായി മാറിയതായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധർ പറയുന്നു. ഈ തട്ടിപ്പ് കേന്ദ്രങ്ങളുടെ ഹൃദയഭാഗത്ത് മനുഷ്യക്കടത്തിന്റെ ഭീകരതയുണ്ട്. മ്യാൻമറിലെ കുപ്രസിദ്ധമായ KK പാർക്ക് പോലുള്ള കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടുവരികയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത ശേഷം ലോകമെമ്പാടുമുള്ളവരെ തട്ടിപ്പിനിരയാക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഈ കേന്ദ്രങ്ങളിൽ നിന്ന് തൊഴിലാളികൾ ഒളിച്ചോടാൻ ശ്രമിക്കുകയും ചിലപ്പോൾ സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെങ്കിലും തട്ടിപ്പ് ശൃംഖലയുടെ നടത്തിപ്പുകാർക്ക് രാഷ്ട്രീയ സ്വാധീനം കാരണം എളുപ്പത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറാൻ സാധിക്കുന്നു. പഴയ രീതിയിലുള്ള അക്ഷരതെറ്റുകളുള്ള ഇമെയിലുകളിൽ നിന്ന് മാറി തട്ടിപ്പുകൾ ഇന്ന് അതീവ സങ്കീർണമായിരിക്കുന്നു. ഒരു വ്യക്തിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം ക്രിപ്റ്റോ കറൻസി പോലുള്ള വ്യാജ നിക്ഷേപങ്ങളിലേക്ക് പണം മുടക്കാൻ പ്രേരിപ്പിക്കുന്ന പിഗ് ബച്ചറിംഗ് രീതിയാണ് ഇപ്പോൾ വ്യാപകം. കൂടാതെ സംഭാഷണങ്ങൾ തത്സമയം വിവർത്തനം ചെയ്യാനും സംശയം തോന്നാതിരിക്കാനും AI പോലുള്ള മാർഗങ്ങളും ഉപയോഗിക്കുന്നു. തട്ടിപ്പിനിരയാകുന്നവർ ശരാശരി $1,55,000 വരെ നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് കണക്കുകൾ. പലരും അവരുടെ ആസ്തിയുടെ പകുതിയിലധികം നഷ്ടപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. സംഘടിത അന്തർദേശീയ ക്രിമിനൽ സംഘങ്ങൾ ആണ് ഈ തട്ടിപ്പ് കേന്ദ്രങ്ങൾ നടത്തുന്നത്. ചൈനയിൽ നിന്നുള്ളവരെ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവരുടെ സ്വാധീനം വളരെ വലുതാണ്. തട്ടിപ്പ് കേന്ദ്രങ്ങൾ പരസ്യമായി പ്രവർത്തിക്കുമ്പോഴും അന്താരാഷ്ട്ര സമ്മർദ്ദം വരുമ്പോൾ നടത്തുന്ന റെയ്ഡുകൾ പോലും വെറും രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തട്ടിപ്പ് നടത്തുന്ന ക്രിമിനൽ ശക്തികൾക്ക് നയതന്ത്ര പദവികളും രാഷ്ട്രീയ ഉപദേശക സ്ഥാനങ്ങളും വരെ ലഭിക്കുന്ന നിലയിലേക്ക് ഈ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ തകർന്നു എന്നതിന്റെ സൂചനയാണിത്. ഇത്തരത്തിലുള്ള ഒരു അനധികൃത കമ്പോളം പരസ്യമായി പ്രവർത്തിക്കുകയും ആഗോളതലത്തിൽ ദോഷമുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭരണകൂടങ്ങൾ നൽകുന്ന ഈ ശിക്ഷാ നടപടികളില്ലാത്ത അവസ്ഥ ഒരു വലിയ വെല്ലുവിളിയാണ്.